കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ ഭീതിയിൽ കഴിയുകയാണ് മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ട് നിവാസികൾ. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം പലതവണ വനംവകുപ്പിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. നായ തുടങ്ങി വളർത്തുമൃഗങ്ങളെ പലതവണ കടുവ പിടിച്ചിട്ടുണ്ട്. അന്നെല്ലാം വനംവകുപ്പിൽ അക്കാര്യം അറിയിച്ചു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. എൻ്റെ സുഹൃത്ത് ഈ അടുത്തൊരു 3:30 കണ്ടിരുന്നു. അതേപോലെ ഒരു ദിവസം വെളുപ്പിനെ 7 മണിയൊക്കെ ആയപ്പോൾ ഒന്നും കണ്ടതാണ്. അന്ന് ഇവരോടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ പറയും ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ കൂടും വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വരും, ഇടയ്ക്ക് പടക്കം പൊട്ടിക്കും, പോവും, അത്രേ ഉള്ളൂ. കടുവയാണ്. ഇവിടെ ഇപ്പോൾ പന്നിയില്ല. ഇപ്പം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് റബ്ബറും വാഴ ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ ചേമ്പിട്ടിട്ടുണ്ട്, ചേനയൊക്കെ നട്ടിട്ടുണ്ട്. ഇതുവരെ കുറച്ച് നാളായിട്ട് പന്നിയില്ല. അപ്പോൾ ഏകദേശം പന്നിയെ ഇവർ പിടിച്ച് തീർന്നു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യനായിട്ട് നേരെ വന്നേക്കുന്നത്. ആട് വളർത്തലും പശു വളർത്തലുമാണ് പ്രദേശവാസികളിൽ പലരുടെയും ഉപജീവന മാർഗം. പ്രദേശത്ത് കടുവ ഇറങ്ങിയതോടെ അതും വഴിമുട്ടി. 3 ആടുകളെ അങ്ങനെ വിട്ടയച്ചപ്പോൾ 3 ആടുകളെ കാണാനില്ല. അപ്പം ഞങ്ങൾ തിരഞ്ഞു ചെന്നപ്പോൾ ഒന്നവിടെ ചത്തു കിടക്കുന്നുണ്ട്, 2 കൊണ്ടുപോയി. പിന്നെ ഞങ്ങളെ തിരഞ്ഞു പോയപ്പോൾ അതിൻ്റെ തലയും കാലും ഒക്കെ കണ്ടവിടെ. അങ്ങനെ 3 എണ്ണം പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പട്ടിനെയും കൊണ്ടുപോയി അപ്പുറത്തെ മുറ്റത്തുനിന്ന്. അന്ന് ചാറ്റമഴ ചോരാത്ത മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഒച്ചയൊന്നും കേട്ടില്ല. പിന്നെ അപ്പുറത്തെ മുകളിലത്തെ താത്ത പറഞ്ഞു 2 മണിയൊക്കെ ആയപ്പോൾ ഒച്ച കേട്ടു വന്നു. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് പട്ടി പിന്നെ എവിടെയും പോകാത്തൊരു പട്ടിയാണത്. സമീപവാസികളിൽ പലരും കടുവയെ പലതവണ നേരിൽ കണ്ടിട്ടുണ്ട്. 10 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഭാര്യ അവിടെ മൂച്ചികളുണ്ട്, മാങ്ങ മൂച്ചി. ഇപ്പോഴും ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ അതിൽ മാങ്ങ പെറുക്കി വന്നപ്പോൾ വൈകുന്നേരം ഒരു 6 മണി ആയപ്പോഴത്തേന് സാധനത്തിന് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു. എപ്പോൾ വരുമ്പോഴും കണ്ടാലും ഞങ്ങൾ പറയും ഇന്നോടത്ത് സാധനമുണ്ട്, കടുവ ഉണ്ട്, വലിയ സാധനം, ഇതിൻ്റെ ഇത്ര ഉയരണ്ട് സാധനം. ഞങ്ങൾ നേരിട്ട് ഇതേമാതിരി കണ്ട ആൾക്കാരാണ്. നമ്മളിതിൽ ഈ പറമ്പ് കൂടെ ഒക്കെ നടന്ന് വേര് പറിച്ചങ്ങാണ്ട് വൈദ്യശാലയ്ക്ക്, കോട്ടക്കൽ ആര്യ വൈദ്യശാലയ്ക്ക്, തൃശ്ശൂർക്ക്, കോയമ്പത്തൂർക്ക് കയറ്റി പോകണം. ഇത്രകാലം മൃഗങ്ങളെ പിടികൂടിയിരുന്ന കടുവ ഇപ്പോൾ മനുഷ്യനെ കൂടി ഭക്ഷിക്കാൻ തുടങ്ങിയതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ. വന്യജീവി ശല്യം കാരണം ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ. ഇവർക്ക് വേണ്ടത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, മലപ്പുറം.